ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ്. ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ഇന്നലത്തേത്. ആരെയും കാണുന്നില്ലല്ലോ. വരുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ദിവസം. എൻ്റെ 35 വയസ്സിനിടയിൽ ഇന്നലത്തെ ആ ദിവസം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിവസമായിരുന്നു. ഞാൻ ജനിച്ച ദിവസമായിരുന്നു ഇന്നലെ 16/4. 1984 ഞാൻ ജനിച്ചത്. ഞാൻ എൻ്റെ ഉമ്മാനോട് ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഉമ്മ, എല്ലാവരും ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ എല്ലാവർക്കും അവരുടെ ജനന തീയതികളൊക്കെ കൃത്യമായിട്ട് അറിയും, എനിക്ക് എൻ്റെ ജനന തീയതി ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ ഇപ്പം വരാ എന്ന് പറഞ്ഞിട്ട് പോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ തിരിച്ചു വന്നിട്ട് പറഞ്ഞ്, ഇന്ന ദിവസമാണ് നീ ജനിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഉമ്മ ഇപ്പോൾ എവിടേക്കാണ് പോയത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നമ്മുടെ അൻസലിൻ്റെ വീട്ടിലേക്ക് പോയതാണ്. വേറൊന്നുമല്ല, അൻസൽ ജനിച്ച് 1 മാസം കഴിഞ്ഞിട്ടോ 1 മാസം മുന്നെയോ അങ്ങനെ എന്തോണോ പറഞ്ഞത്, എന്നിട്ടാണ് നീ ജനിച്ചത്. അപ്പോൾ എൻ്റെ ഉമ്മാനോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അതിൻ്റെ ഡേറ്റ് അറിയും, അതിനു വേണ്ടി പോയതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു ജനന തീയതിയുടെ ഒരു എന്താ പറയുക ഒരു ലിസ്റ്റ്. അപ്പോൾ അതൊക്കെ അങ്ങനെ പോയി. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും അറിയാലോ. ഈ എന്താ പറയുക, ഏറ്റവും താഴെ തട്ടിൽ ജനിച്ച ഒരു വ്യക്തിക്ക് എങ്ങനെയായിരിക്കും അവൻ്റെ ജീവിതം എന്നൊക്കെ. ആ ജീവിതത്തിനിടയിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ദിനമായിട്ട് മാറിയത് ഇന്നലത്തെ ഒരു ദിവസമാണ്. ജനങ്ങളൊക്കെ അംഗീകരിച്ച, സ്നേഹിക്കുന്ന ഒരു ചാരിറ്റി പ്രവർത്തകനായി മാറിയ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ബർത്ത്ഡേ ഒരുപക്ഷെ ഞാൻ ആഘോഷിച്ചോ എന്നെനിക്കറിയില്ല. പക്ഷേ ഈ ലോകത്തുള്ള ഒരുപാട് മലയാളികൾ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചു എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ഒരു ദിവസം, ആ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ച ഒരു ദിവസമായി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഉണരുന്നതും കാത്ത് അവരെയൊക്കെ വിളിച്ചിരുത്തി അവരുടെ പ്രയാസങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി. ഏകദേശം എൻ്റെ നാട്ടിലുള്ള പള്ളിപ്പറമ്പിലുള്ള ഒരു കുടുംബം, ആ കുടുംബത്തിൽ അദ്ദേഹം ആശുപത്രിയിൽ ICUയിലാണ്. അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ നാട്ടിലുള്ള എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തും എൻ്റെ ജ്യേഷ്ഠ തുല്യനുമായ പനക്കൽ ബാബു, അദ്ദേഹം എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഫിറോസെ, അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അദ്ദേഹം പനക്കൽ ബാബു, അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ മുജിയും ഇന്ന ആൾ നിൽക്കുന്നുണ്ട്, ഫിറോസ് ഇന്നതാണ് ആവശ്യം എന്ന് പറഞ്ഞ് രാവിലെ ഞാൻ വേഗം എഴുന്നേറ്റ് പോയി നോക്കിയപ്പോൾ അവരവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ആ കുടുംബത്തിന് നമ്മൾ ഏകദേശം ഒരു 60,000 രൂപ ആ സമയത്ത് തന്നെ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞതും നമ്മൾ ചുണ്ടക്കാടുള്ള, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ക്യാൻസർ രോഗി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന് നമുക്ക് ഒരു സഹായം എത്തിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ആലത്തൂർ കാവശ്ശേരിയിലുള്ള ഇരകുളം എന്ന് പറയുന്ന ഭാഗത്ത്, അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് മറന്നുപോയി, നമ്മുടെ സുനു ചന്ദ്രനും അതുപോലെ തന്നെ അവിടുത്തെ കുറച്ച് നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് എനിക്ക് കാണിച്ചു തന്ന ഒരു കിഡ്നി രോഗിയുടെ ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ നില അതീവ ഗുരുതരമായിരുന്നു. കാരണം മൂത്രം പുറത്തു പോകാത്തൊരവസ്ഥ, അതുപോലെ തന്നെ വയറിനകത്ത് പഴുപ്പ് നിറഞ്ഞിട്ട് എന്നാൽ ഡയാലിസിസ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം, എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിവെക്കണം എന്ന് പറഞ്ഞ ഒരു കേസ് കൂടിയായിരുന്നു. അപ്പോൾ അങ്ങോട്ട് ചെല്ലുകയും അവരുടെ വീഡിയോ ഇട്ട് ഫണ്ട് കളക്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം, അതല്ലെങ്കിൽ ആ സമയം സന്ദർഭവും അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവരുടെ ഭാര്യ കിഡ്നി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് നമുക്ക് ബാലൻസ് വന്ന കേസിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ 5 ലക്ഷം രൂപ അവരുടെ ഓപ്പറേഷന് വേണ്ടി നമ്മൾ എടുത്തു കൊടുത്തു. അതുപോലെ തന്നെ പാലക്കാട്ട് നിന്നും വന്ന ഒരു കുടുംബം, അവരുടെ ഭർത്താവിന് എന്താ പറയുക, ഷുഗർ ഡൗൺ ആയിട്ട് ഒരു മിടുപ്പ് മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞത്. ഒരിക്കലും എന്ത് ചെയ്യണം എന്നറിയില്ല. മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ICU ആംബുലൻസ് വേണം, അതിന് ആംബുലൻസിന് കൊടുക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞാണ് വന്നത്. അപ്പം തന്നെ ഏകദേശം ഒരു 30,000 രൂപ ഒരു ചെറിയ ഒരു സഹായം എന്നുള്ള നിലയ്ക്ക് അവരെ സഹായിക്കാൻ കഴിഞ്ഞു. അപ്പോൾ
ആ ഒരു ബർത്ത്ഡേ ദിനം ശരിക്കും പറഞ്ഞാൽ 6ഓളം കുടുംബങ്ങൾക്ക് വലിയ ഒരു ആശ്വാസം നൽകാൻ സാധിച്ചു എന്നാണ്. പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സലീംക്കാടെ നാട്ടിൽ, സലീം കോടത്തൂരിൻ്റെ നാട്ടിലേക്ക് പോയപ്പോൾ അവിടെ വെച്ചിട്ടാണ് രാത്രി അവിടുത്തെ ഒരു ക്ലബ്ബ് ഒരു കേക്കൊക്കെ മുറിച്ചിട്ടുള്ള ഒരു ആഘോഷമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ ആ ഒരു ദിവസം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിവസം, ഒരുപാട് സന്തോഷമുള്ള ദിവസം. ലോകത്തിന്റെ പല ഭാഗത്തും മലയാളികളായ എൻ്റെ പ്രിയപ്പെട്ടവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എനിക്ക് വേണ്ടി എൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുകയും ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ ബർത്ത്ഡേ എന്നെ വിളിച്ചറിയിച്ച എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നിങ്ങളുടെയൊക്കെ ആ ഒരു സ്നേഹം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സ്നേഹമാണ്. അതിന് മുന്നിൽ എങ്ങനെ തന്നെയാണ് അതിന് മറുപടി പറയുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളോടൊക്കെ തിരിച്ച് ആ ഒരു സ്നേഹം ഇതാക്കുക എന്നെനിക്കറിയില്ല. മലപ്പുറം പെരിന്തൽമണ്ണയിൽ നിന്ന് പുറപ്പെട്ട ആംബുലൻസ് ഹോസ്പിറ്റലിലെത്തി. പറയൂ ഫിറോസ്. അപ്പോൾ അങ്ങനെയാണ്. ഇനിയും ഒരു 100 ജന്മം ഒക്കെ ഞാൻ ആഘോഷിച്ചിട്ടില്ല, പക്ഷേ ഇക്കാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതാണ് വേണ്ടത്, പ്രാർത്ഥനയാണ്. ബർത്ത്ഡേയും ആഘോഷത്തിനോടൊന്നും എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് ഒരു കേക്ക് പോലും ആ രാത്രിയിലെ ആ ഒരു ക്ലബ്ബുകാർ കേക്ക് വാങ്ങിച്ചപ്പോഴാണ് അവിടെ പോയിട്ട് മുറുക്കാന്നത്. അപ്പം എന്താണെങ്കിലും ഒരുപാട് സന്തോഷം ഉണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സഹായങ്ങൾ പല ആളുകളും പല രീതിയിലും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള ആളുകളിൽ നിന്നും കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് വലിയ ഒരു സപ്പോർട്ടാണ്. ഒരുപാട് ആളുകൾ ഈ മേഖലയെ അംഗീകരിക്കുന്നുണ്ട്, ഒരുപാട് പേര് നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹാർഡ് വർക്ക് തന്നെയാണ് നമ്മളിപ്പോൾ ഈ ചാരിറ്റി മേഖലയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല രീതിയിലുള്ള ഹാർഡ് വർക്കാണ്. ഉറക്കം കുറക്കുക, പ്രവർത്തനങ്ങൾ കൂട്ടുക എന്നുള്ളതാണ്. ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഒരു ദിവസം 3-4 കടകളുടെ ഉദ്ഘാടനങ്ങൾ കിട്ടുന്നുണ്ട്, 3-4 സംഘടനകൾ ആദരിക്കാൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3-4 കടകളുടെ ഉദ്ഘാടനങ്ങൾക്കും അതുപോലെ തന്നെ ആദരിക്കുന്ന പരിപാടികൾക്കൊക്കെ നമ്മൾ പോകുമ്പോൾ എന്താണെങ്കിലും ഒരു ദിവസം നമുക്ക് ഒരു 30,000 രൂപയെങ്കിലും ചുരുങ്ങിയത് നമുക്ക് ഉദ്ഘാടനങ്ങൾ ചെയ്തിട്ടോ അതല്ലെങ്കിൽ ആദരിക്കുന്ന ആ പരിപാടികളിൽ നിന്ന് കിട്ടാറുണ്ട്. 5-10 ഒക്കെ വെച്ചിട്ട് ഈ പൈസയൊക്കെ നമുക്ക് ഇതുപോലുള്ള ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തന്നെ ഈ ആഴ്ച, അതായത് ഒരു 10 ദിവസം കൊണ്ട് ഏകദേശം നമ്മൾ 1.5 ലക്ഷം രൂപയാണ് എൻ്റെ അധ്വാനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തത്. ഇതിൽ പല ആളുകളും പറയുന്നത് പോലെ നമ്മളൊരു ചാരിറ്റി പ്രവർത്തകനാണ്, അവിടെ നിന്ന് വാങ്ങി ഇവിടെ കൊടുക്കുന്നതിനും അപ്പുറത്തേക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്ന ഒരു നിമിഷം എന്താണെന്ന് വെച്ചാൽ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ എൻ്റെ അധ്വാനത്തിന്റെ വിഹിതം കൂടി ഞാൻ ചാരിറ്റിക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഏകദേശം നമ്മളൊന്ന് 2, 2.5, 3 ലക്ഷം രൂപയൊക്കെ നമുക്ക് ഉദ്ഘാടനങ്ങൾ ചെയ്ത് കിട്ടുന്നുണ്ട്. ഈ ഉദ്ഘാടനങ്ങൾ ചെയ്ത് കിട്ടുന്ന മുഴുവൻ പൈസയും അതിൽ ഏകദേശം എൻ്റെ കൂടെ വരുന്നവർക്ക് അതൊന്ന് കൊടുത്തിട്ട് അതല്ലെങ്കിൽ നമുക്ക് ഡീസൽ അടിക്കാനുള്ളത് നമ്മുടെ ചിലവൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള പൈസ മുഴുവൻ നമുക്ക് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എത്ര കൊടുക്കുന്നുണ്ട്, എങ്ങനെ കൊടുക്കുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ മാസം ഞാൻ അതിനൊരു ലിസ്റ്റ് കൊടുക്കുന്നതൊക്കെ അതിങ്ങനെ എഴുതി വെച്ചു. ഇന്ന ആൾക്ക് ഇത്ര, ഇന്ന ആൾക്ക് ഇത്ര. അങ്ങനെ നോക്കിയപ്പോൾ 1.5 ലക്ഷത്തിന് മുകളിൽ രൂപയാണ് ഞാൻ എൻ്റെ അധ്വാനത്തിന്റെ ഭാഗമായിട്ട് പാവപ്പെട്ട ആളുകൾക്ക് എനിക്ക് കൊടുക്കാൻ സാധിക്കും. ഇതൊക്കെ നാട മുറിച്ചുണ്ടാക്കുന്ന പൈസയാണ്. എൻ്റെ അധ്വാനം എന്ന് പറയുമ്പോൾ കൂലിപ്പണിയെടുത്ത് ഉണ്ടാക്കി എന്നല്ല. ഞങ്ങളൊക്കെ ഓരോ കടകളുടെ മുന്നിൽ പോയിട്ട് നാട മുറിച്ച് കിട്ടുന്ന പൈസ ഉണ്ടല്ലോ, ആ നാട മുറിച്ച് കിട്ടുന്ന പൈസ അത് എൻ്റെ അധ്വാനത്തിന്റെ ഭാഗമാണല്ലോ. പക്ഷേ ഞാൻ അവിടെ മനസ്സിൽ കാണുന്നത് എന്നെ ഞാനാക്കിയത് നിങ്ങളെ പോലുള്ള ആളുകളാണ്. വെറുതെ വീട്ടിലിരിക്കുന്ന അവന് ഒരിക്കലും ആളുകൾ നാട മുറിക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നിനും വിളിക്കില്ല. ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകൾ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ, 24 മണിക്കൂറും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ ആവുമ്പോൾ ജനങ്ങൾ അംഗീകരിക്കും. അവരെ നാട മുറിക്കാൻ വിളിക്കും, ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കും, ഷാളണിയിക്കാൻ വിളിക്കും. അങ്ങനെ വിളിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോവും, ഇതൊക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് കിട്ടിയ ഈ അംഗീകാരം, എനിക്ക് കിട്ടിയ ഈ സ്നേഹം ഒക്കെ നിങ്ങളിലൂടെ എനിക്ക് വന്നതാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് കിട്ടുന്ന ആ നാട മുറിച്ച് കിട്ടുന്ന പൈസയുടെ ഏകദേശം 80% അത് പാവപ്പെട്ട രോഗികൾക്കും മറ്റുള്ളവർക്കും തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പൈസ മുഴുവൻ അത്തരം ആളുകൾക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അതിപ്പോഴും കൊടുത്തു വരുന്നുണ്ട്. ഇനിയിപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ ചെയ്യുന്നതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നാൾക്ക് ഇത്ര കൊടുത്തു, ഇന്നാൾക്ക് ഇത്ര കൊടുത്തു എന്നൊക്കെ. അതൊരു ലിസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് ചെയ്തതാണ്. നോക്കുമ്പോൾ 1.5 ലക്ഷം രൂപയോളം നമുക്കൊരു മാസം എൻ്റേതായിട്ട് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ്. നമ്മൾ ചെയ്യുന്ന ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്തു പോകുമ്പോൾ പല ആളുകൾക്കും തോന്നാറുണ്ട് എങ്ങനെ ഡീസൽ അടിക്കുന്നു, ഏതാണ് വണ്ടി, എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ. അപ്പോൾ അള്ളാഹു നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ സർവശക്തനായ നാഥൻ അതിനുകൂടി ഒരു വഴി നമുക്ക് ഒരുക്കി തന്നു എന്നാണ് പലരും പറയുന്നത് കണ്ടിട്ടില്ലേ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ പലരും മുന്നോട്ട് വരും. ആത്മാർത്ഥമായി സത്യസന്ധമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സർവശക്തനായ നാഥൻ പല വഴികളും നമുക്ക് വേണ്ടി തുറന്നു തരും. അപ്പോൾ ആ വഴികളൊക്കെയാണ് ഇത്. അദ്ദേഹം തുറന്നു തന്ന വഴി, അള്ളാഹു തുറന്നു തന്ന വഴികളാണ്. ഏത് നാട്ടിൽ പോയാലും
3 നേരത്തെ ഭക്ഷണവും ഓരോ ആളുകൾ അവരവരുടെ വീടുകളിൽ നമുക്ക് ഒരുക്കിത്തരും. താമസ സൗകര്യങ്ങൾ വീടുകളിൽ ഒരുക്കിത്തരും. അവരുടേതായിട്ടുള്ള ഹോട്ടലുകളിൽ നമുക്ക് ഒരുക്കിത്തരും. അവരവരുടെ വാഹനങ്ങൾ നമ്മളെ കൊണ്ടുപോകാനുണ്ട്. ഓരോ പ്രവർത്തനങ്ങൾക്കും നല്ല രീതിയിലുള്ള സപ്പോർട്ടുകളുണ്ട്. ഇതൊക്കെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം നാഥൻ ഏറ്റെടുത്തതിന്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ. പിന്നെ പല ആളുകൾക്കും പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളും പറയാനുള്ളതൊക്കെ ഉണ്ട്. അതായത് സോഷ്യൽ മീഡിയ ഈ ചാരിറ്റി പ്രവർത്തനത്തിൽ ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോകും. പലർക്കും ഒരു തോന്നലുണ്ട്. എനിക്ക് അവരോടൊക്കെ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഈ നന്മ ചെയ്യുന്നതിന് വേണ്ടി എന്നെ തെരഞ്ഞെടുത്തു എങ്കിൽ ഞാൻ അവിടെ വിജയിച്ചു എന്നുള്ളതാണ്. ഞാൻ പടച്ചവന്റെ മുന്നിൽ വിജയിച്ച് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അള്ളാഹു എന്നെ തെരഞ്ഞെടുത്തതോടുകൂടി ഞാൻ അതിൽ വിജയിച്ചു കഴിഞ്ഞു. പിന്നെ എനിക്കെതിരെ കുത്തുന്നവരും എനിക്കെതിരെ തുപ്പുന്നവരൊക്കെ അത് മുടക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ്. 1 രൂപ പോലും ചാരിറ്റിക്ക് സഹായിക്കാത്ത ആളുകൾ, അത്തരം ആളുകൾ നമുക്കെതിരെ എന്ത് അപവാദങ്ങളും പ്രചരണങ്ങൾ ഉണ്ടാക്കുകയും ആ പ്രചരണമൊക്കെ അത് നന്മ ചെയ്യുന്നതിനെ തോൽപ്പിക്കുക എന്നല്ലാതെ നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിൽ ഒരിക്കലും എന്താ പറയുക, ഒരു ലാഭവും നിങ്ങൾക്ക് കിട്ടാത്തൊരു കാര്യമാണ്. നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഇതിലൂടെ നമുക്ക് ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ അപവാദ പ്രചരണങ്ങൾ ഇറക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ലാഭമാണ് ലഭിക്കാനുള്ളത്? ഒരു ലാഭവും നിങ്ങൾക്ക് കിട്ടാനില്ല. നിങ്ങൾക്ക് അതിൽ മാനസികമായ ഒരു സുഖം ലഭിക്കുന്നുണ്ടെങ്കിൽ ആ സുഖത്തിന്റെ മറുപടി നിങ്ങൾ നാളെ പടച്ചവന്റെ അടുത്ത് പറയേണ്ടി വരും എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അത്തരം മേഖലകൾ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും പുറമേ നിന്ന് നോക്കിക്കാണുന്ന ആളുകൾക്കൊന്നും ഈ ചാരിറ്റി മേഖലയിലുള്ള ആരെയും കുറ്റം പറയാനില്ല, ആരെയും ഇതാക്കാനില്ല. കാരണം എല്ലാവരും അംഗീകരിക്കുന്ന ആളുകളാണ് ചാരിറ്റി പ്രവർത്തകർ. കാരണം എല്ലാവരും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചാരിറ്റി ചെയ്യുന്നവരൊക്കെ നല്ല രീതിയിൽ അന്തസ്സോടെ അഭിമാനത്തോടെ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. പക്ഷേ ഈ മേഖലയിലുള്ള ചില വ്യക്തിത്വങ്ങളാണ് ഇത്തരം ആളുകൾക്കെതിരെ അപവാദ പ്രചരണവുമായി ഇറങ്ങുന്നത്. എനിക്കെതിരെ അടക്കം മോശമായ പ്രചരണങ്ങൾ, വ്യക്തിഹത്യ നടത്തുന്ന പ്രചരണങ്ങളുമായി ഇറങ്ങുന്ന ആളുകൾ ഈ മേഖലയിലുള്ള ആളുകളാണ്. എനിക്ക് പറയാനുള്ളത്, ഒറ്റ സിമ്പിളായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. എനിക്കെതിരെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് എന്നെ മോശമായി ചിത്രീകരിക്കുന്ന ആളുകളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരാരുടെ ആളുകളായിരുന്നു, ആർക്കു വേണ്ടിയാണ് അവർ സംസാരിക്കുന്നത്, എന്തിനാണ് അവർ സംസാരിക്കുന്നത്, അവർ ഇതിനു മുന്നേ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്. അപ്പോൾ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ചില ആളുകൾക്ക് അസൂയ മൂത്തിട്ട് ഇങ്ങനെ നമുക്കെതിരെ മോശമായ അപവാദ പ്രചരണങ്ങളുമായി വരുന്നവരാണ്. അപ്പോൾ സത്യത്തിൽ എൻ്റെ ഫേസ്ബുക്കിനകത്തുള്ള ലക്ഷക്കണക്കിന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പറയാറുണ്ട്, ഫിറോസെ ഒരിക്കലും അത് കണ്ടിട്ടൊന്നും നീ വിഷമിക്കണ്ട. ഒന്നാമത് എനിക്ക് വിഷമമില്ല അത് കണ്ടിട്ട്, എന്നാൽ അവർ പറയും ഇത് കണ്ട് വിഷമിക്കണ്ട, ഫിറോസ് ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കുക. കാരണം തരുന്നത് ഞങ്ങളാണ്, ഞങ്ങൾക്ക് ഉള്ള വിശ്വാസം അത് തരാതെ മൂലക്കിരിക്കുന്നവന്റെ ആ വാക്കിനോട് ഫിറോസ് താരതമ്യം ചെയ്യേണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 100% ആ കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ആ പറയുന്ന ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഫിറോസ് കുന്നംപറമ്പിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് 1.5 ലക്ഷം രൂപയോളം ഒരു മാസം ചാരിറ്റി പ്രവർത്തനത്തിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ തന്നെയാണ്. എന്നെ ആരെങ്കിലും ഏൽപ്പിച്ച ജോലിയല്ല. ഒരു മാസം നിനക്ക് ഇത്ര രൂപ സാലറി തരാമെന്ന് ഏൽപ്പിച്ചിട്ടല്ല ഞാൻ ചാരിറ്റി ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാരിറ്റി പ്രവർത്തനത്തിലൂടെ ഞാൻ ഇന്ന് ഉയരങ്ങളിലെത്തിയെങ്കിൽ ആ ഉയരങ്ങളിലെത്തിയ എൻ്റെ ആ ഒരു വ്യക്തിത്വം, അത് പല കടകളും ഷോപ്പുകളും ഉദ്ഘാടനം ചെയ്ത് കിട്ടുന്ന ആ പൈസ ഉണ്ടല്ലോ, അത് എൻ്റെ അധ്വാനത്തിന്റെ വിഹിതമാണല്ലോ. അതെന്റെ അധ്വാനത്തിന്റെ വിഹിതമാണല്ലോ. അപ്പോൾ ആ ഒരു വിഹിതം ഞാൻ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട് എങ്കിൽ അത് എൻ്റെ അധ്വാനത്തിന്റെ വിഹിതമാണ്. അപ്പോൾ സ്വന്തം അധ്വാനത്തിൽ നിന്നും 1.5 ലക്ഷം രൂപയോളം പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തിട്ടാണ് ഫിറോസ് കുന്നംപറമ്പിൽ ഇന്ന് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നത്. കുറച്ചു മുന്നേ അങ്ങനെ ആയിരുന്നില്ല. എൻ്റെ സ്വന്തം അധ്വാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ് ഒക്കെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഓടിയിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ അധ്വാനവും കൂടി ഞാൻ ഇന്ന് പാവപ്പെട്ട ആളുകൾക്ക് ചെലവഴിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ, ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ആളുകൾ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്. ഞങ്ങൾ നാടൻ മുറിക്കുമ്പോൾ, ഞങ്ങൾ ആദരവുകൾ ഏറ്റുവാങ്ങുമ്പോൾ അതിന്റെ പുറകിൽ ഞങ്ങൾക്കൊരു അജണ്ടയുണ്ട്. അവിടെ നിന്നും തരുന്ന കവറിലിട്ട് തരുന്ന പൈസ ഉണ്ടല്ലോ, ഇത് ഫിറോസ് കുന്നംപറമ്പിലിന് നാടൻ മുറിച്ച് തരുന്നതാണ്, ഇത് ഫിറോസ് കുന്നംപറമ്പിലിനെ ആദരിക്കാൻ വേണ്ടി തരുന്നതാണ്, ഡീസലടിക്കാൻ തരുന്നതാണൊക്കെ പറഞ്ഞ് തരുന്ന പൈസ ഉണ്ടല്ലോ, ആ പൈസയൊക്കെ ഞങ്ങൾ വീട്ടിലെത്തിക്കാറില്ല. അതൊക്കെ പോകുന്ന വഴിക്ക് തന്നെ കാണുന്ന ആളുകൾക്ക് കൊടുക്കും. ഇനി വേണമെങ്കിൽ അതും ലൈവായിട്ട് കൊടുക്കുന്ന വീഡിയോസുകൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ട് കൊണ്ടുതരാം. അതായത് ഇവിടെ നിന്ന് നാടൻ മുറിച്ച് ഇത്ര കിട്ടി, ഇത് അവിടെ കൊടുക്കുന്നു എന്ന് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക്. എന്തിനാണെന്നറിയോ, പല ആളുകളും അത് മാതൃകയാക്കാനാണ്. അപ്പോൾ അംഗീകരിക്കുന്നത് ആളുകളെ കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല.
അതൊക്കെ വേറെ രീതിയാണ്. അതിന് മരുന്നില്ലാത്തൊരു അസുഖമാണ് അസൂയ എന്ന് പറഞ്ഞത്. കാരണം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ ക്യാൻസർ പകരുന്ന രോഗമല്ല, എയ്ഡ്സ് പകരുന്ന രോഗമാണ്. പക്ഷേ അസൂയക്ക് മരുന്നുമില്ല എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഒരു സുഹൃത്ത് എഴുതി കണ്ടെന്ന പോലെ അതിന് പ്രത്യേകിച്ച് മരുന്നില്ല. പിന്നെ എൻ്റെ ചരിത്രം, എൻ്റെ കുലം, എൻ്റെ ഗോത്രം ഇതൊക്കെ നോക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇതൊക്കെ നോക്കിയിട്ടല്ല നന്മ ചെയ്യാൻ ഇറങ്ങിയത്. കാരണം ഏറ്റവും സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി ജീവിതത്തിൽ വളരെ എന്താ പറയുക ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിക്ക് ഈ നാട്ടിൽ നന്മ ചെയ്യാൻ പാടില്ല എന്നാരും പറഞ്ഞിട്ടില്ല. ഈ നാട്ടിൽ നന്മ ചെയ്യണമെങ്കിൽ അന്തസ്സുള്ള കുടുംബത്തിൽ ജനിക്കണം, തറവാട്ടിൽ ജനിക്കണം, പണമുള്ള കുടുംബത്തിൽ ജനിക്കണം, അതുപോലെ തന്നെ നല്ല തന്തയ്ക്കും തള്ളക്ക് ഉണ്ടാവണം. അങ്ങനെ കുറെ നിബന്ധനകളൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് കയ്യിൽ വെച്ചിരുന്നാൽ മതി. ഈ നാട്ടിൽ നന്മ ചെയ്യാൻ മനുഷ്യനായി ജനിച്ചാൽ മതി, മനസ്സ് ഉണ്ടായാൽ മതി. ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി. ആർക്കും നന്മ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ അത്തരത്തിൽ വ്യക്തിഹത്യ നടത്തുന്ന ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പല ആളുകളും പല രീതിയിലും ഫിറോസ് കുന്നംപറമ്പിൽ അങ്ങനെ ഞാൻ ഈ ഇടയായിട്ട് ഇങ്ങനെ കുറെ കേൾക്കുന്നുണ്ട്. ഫേക്ക് ഐഡികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു മീനുക്കുട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഫേക്ക് ഐഡി, പിന്നെ അങ്ങനെ കുറെ ഫേക്ക് ഐഡികളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഐഡികളിൽ നിന്നൊക്കെ നമുക്കെതിരെ പല ആളുകളിൽ നിന്നും എന്നെക്കുറിച്ച് മോശമായിട്ട് സംസാരിപ്പിക്കുക. ആലത്തൂരിലെ ആളുകളാണ്, അവിടുത്തെ ആളുകൾ പല ആളുകളോട് മോശമായി സംസാരിച്ച് വോയിസ് ക്ലിപ്പ് ഉണ്ടാക്കി അതിനെ വീഡിയോ രൂപത്തിലാക്കിയിട്ട് അതിനെ ഫേസ്ബുക്കിൽ ഈ ഫേക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത് അത് പല ആളുകൾക്കും അതിന്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ഫിറോസ് അങ്ങനെയാണ്, ഫിറോസ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ഒരു രീതി. ഇനി എന്ത് പറഞ്ഞാലും അതെന്നെ ബാധിക്കില്ല. കാരണം ഞാൻ ഒരാളോടും കൈനീട്ടി എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ പൈസ വാങ്ങിക്കാറില്ല. ഒരു പണക്കാരനോടും ഞാനൊരു ബന്ധം സ്ഥാപിക്കാൻ പോയിട്ടില്ല. ആരുടെയും കൂടെ എന്താ പറയാ ആ രൂപത്തിൽ ഞാൻ നടക്കാറുമില്ല. അതെല്ലാവർക്കും അറിയും. എന്നെ പരിചയപ്പെട്ടിട്ടുള്ള, എന്നെ അറിയുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം ഫിറോസ് എന്താണ് എന്നുള്ളത്. എൻ്റെ ഫോൺ നമ്പർ തന്നെ പല ആളുകൾക്കും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ചെവിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ സ്വന്തം ഫോൺ നമ്പർ വരെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, പണത്തിന് വേണ്ടി ചാറ്റ് ചെയ്യുന്നവനാണെങ്കിൽ ഒരിക്കലും നമ്പർ മാറേണ്ട ആവശ്യമില്ല. ആ നമ്പറിൽ ഇഷ്ടം പോലെ കൊണ്ട്. അപ്പോൾ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയിട്ട് ഞാൻ പല ആളുകളും വിളിക്കുമ്പോൾ പറയാറുള്ളത് തന്നെയാണ്, പൈസ തരാനാണ് എന്ന് പറഞ്ഞ് വിളിച്ചാൽ പോലും ഞാൻ പറയും ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ കൊടുത്തോ, എനിക്ക് തരണ്ട എന്ന് പറയാറുണ്ട്. അപ്പോൾ അത്രയും സത്യസന്ധമായി പ്രവർത്തനം നടത്തുമ്പോൾ, ഒരു കറപ്ഷൻ പോലും ഇല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ, ഒന്നിലും നമ്മളെ തളർത്താൻ കഴിയാതാകുമ്പോൾ ചില ചാരിറ്റി പ്രവർത്തകർക്ക് ഉണ്ടാകുന്ന ചൊറിച്ചിലാണ് നമുക്കെതിരെയുള്ള അപവാദ പ്രചരണങ്ങൾ. പിന്നെ നിങ്ങൾ പല ഭാഗങ്ങളിലും പോയി കുടുങ്ങുക പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലിരിപ്പാണ്. അത് നന്നാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം നന്നായി എന്നുള്ളതാണ്. അപ്പോൾ അതിലൊന്നും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അപവാദങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് മറ്റേ ചെവിയിലൂടെ പുറത്തു വിടുന്ന ഒരാളാണ് ഫിറോസ് കുന്നംപറമ്പിൽ. അപ്പോൾ അതുകൊണ്ട് ആ രീതിക്കുള്ള കാര്യങ്ങളായിട്ടൊന്നും വരണ്ട. ഇത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കൂടിയിട്ടുണ്ട് ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി മോശമായിട്ട് ചിത്രീകരിക്കുക എന്ന ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പം എന്നെയാണെങ്കിലും സുശാന്തിനെയാണെങ്കിലും അതുപോലെ തന്നെ മറ്റേ അങ്ങനെ കുറച്ച് ചാരിറ്റി പ്രവർത്തകരെയൊക്കെ, അതുപോലെ ഈ ഇടയായിട്ട് നമ്മുടെ നർഗീസ് ബീഗത്തിനെയൊക്കെ, അതുപോലെ തന്നെ പ്രിയ അച്ചുവിനെ, അതുപോലുള്ള ചാരിറ്റി പ്രവർത്തകരെയൊക്കെ ഈ മോശമായിട്ട് അവരുടെ താഴെ വന്ന് കമന്റ് ഇടുന്ന ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി കമന്റ് ഇടുന്ന രൂപമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് എന്ത് ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് എന്നറിയില്ല. എന്ത് ഗൂഢലക്ഷ്യമാണെങ്കിലും ഏത് രീതിയിൽ ഞങ്ങളെയൊക്കെ തളർത്താൻ നോക്കിയാലും ഞങ്ങൾ തളരില്ല. കാരണം ഞങ്ങളുടെ വീട്ടിലേക്കൊന്നും കൊണ്ടുപോകണില്ല. എന്ത് അന്വേഷണം വന്നാലും അതല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഇത് വന്നാലും അതിനെ നേരിടാൻ മനസ്സും ശരീരവും സജ്ജമാണ്. അതുകൊണ്ട് ഒന്നിനെയും പേടിക്കാതെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പേടിക്കുന്നത് പടച്ചോനെ മാത്രമാണ്. പിന്നെ ജീവിതത്തിൽ വലിയ ഒരു ആഗ്രഹം ഇത്രയേ ഉള്ളൂ, ഈ ചെയ്തു പോകുന്ന ഈ നന്മയുള്ള പ്രവർത്തനം മരണം വരെ ചെയ്യാൻ സാധിക്കണേന്ന്. അതുകൊണ്ട് മാത്രമാണ് വായടക്കി പിടിച്ച് ആരുടെ മുന്നിലും എന്താ പറയുക പ്രതികരിക്കാതെ മുന്നോട്ട് പോകുന്നത്. കാരണം നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കുമ്പോൾ സഹായിക്കുന്ന ആളുകൾക്ക് തോന്നും ഇവർ ഇത്തരക്കാരാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതുള്ള ആളുകൾ. അതുകൊണ്ടാണ് മിണ്ടാതെ പോകുന്നത്. കാരണം മരണം വരെ നന്മ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആഗ്രഹങ്ങൾ കൊണ്ടാണ്. കാരണം ഇത് വലിയ ഒരു ടീം വർക്കാണ് നമ്മുടെ ചാരിറ്റി പ്രവർത്തനം. ഒരുപാട് ആളുകളെ ചേർത്ത് നിർത്തി എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്ന ഒരു ചാരിറ്റി പ്രവർത്തനമാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ കൂടെ വേണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നത്. അല്ലാതെ മറ്റൊന്നും ഉദ്ദേശിച്ചില്ല. എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഫേസ്ബുക്കിലുള്ള, എൻ്റെ ശബ്ദം വീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാൻ സാധിക്കും ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ടോ, എനിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടോ, മറ്റൊരാൾക്ക് പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ടോ, അവർക്കൊക്കെ അറിയാം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കുടുംബങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഫിറോസ് കുന്നംപറമ്പിൽ എവിടെ നിന്നും പൈസ വാങ്ങിയിട്ടില്ല. അത് മാത്രമല്ല, ഏറ്റെടുക്കുന്ന കേസുകളിലൊക്കെ 100% റിസൾട്ട് കൊടുത്തിട്ടേ ഫിറോസ് മാറാറുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത ആളുകളാണെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാറുമില്ല. അതങ്ങനെയും നമ്മൾ ചെയ്യും.
പറഞ്ഞാൽ കേൾക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലതാണ് എന്ന് തോന്നുന്നെങ്കിൽ നമ്മൾ ചേർത്ത് പിടിക്കും, കെട്ടതാണ് എന്ന് തോന്നിയാൽ മാറ്റി നിർത്തും. അത് അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ എല്ലാ ഭാഗവും കറക്റ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരിക്കലും എന്താ പറയുക, മോശമായിട്ടോ തെറ്റായിട്ടോ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ അപവാദങ്ങളൊക്കെ ഈ ഇടയായിട്ട് കുറച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് ഒരുപാട് ഫേക്ക് ഐ ഡികൾ ഇറങ്ങിക്കണു. അതിനിപ്പോൾ വലിയ ചിലവൊന്നുമില്ലല്ലോ. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഫേസ്ബുക്കിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യില്ല. അപ്പോൾ അത് ഉണ്ടാക്കുക, എന്നിട്ട് വളരെ മോശമായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ, നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ അറിയിക്കുക. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വിളിച്ചു പറയുക, ഫിറോസിനെ കൂടെ നിർത്തണ്ട, ഫിറോസിനെ മാറ്റിക്കോ. അങ്ങനെ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം നിങ്ങൾക്കുണ്ടോ? ഇതൊക്കെ വളരെ മോശമായിട്ടൊരു പ്രവർത്തനമല്ലേ? നിങ്ങളും ഈ മേഖലയിലൊക്കെ കൂടെ കടന്നു പോകുന്ന ആളുകളല്ലേ? നിങ്ങൾക്ക് അവനവൻ്റെ കാര്യം നോക്കി നടന്നാൽ പോരെ എന്ന് വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് അവരെന്നെ ഒഴിവാക്കില്ല. കാരണം എൻ്റെ കൂടെ നടക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഫിറോസ് കുന്നംപറമ്പിലിനെ കുറിച്ചിട്ട്. അതുകൊണ്ടാണ്. പിന്നെ പല ആളുകളും ചോദിക്കുന്നുണ്ടായിരുന്നു ഫിറോസിന്റെ വണ്ടിയുടെ കാര്യം. ഫിറോസിന്റെ നിങ്ങൾക്ക് ഞാൻ പല പ്രാവശ്യം പറഞ്ഞാണ്, എൻ്റെ വീട് കെട്ടിത്തരുന്നത് ബക്കാല കൂട്ടായ്മയാണ്, എനിക്ക് വാഹനം തന്നത് നെഹദി അഷ്റഫാണെന്നൊക്കെ. ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിലാണെങ്കിൽ ഒരു 2 മാസത്തെ എൻ്റെ സമ്പാദ്യം മതി എനിക്കൊരു വാഹനം വാങ്ങിക്കാം. നാടൻ മുറിച്ച് കിട്ടുന്ന പൈസ മതി എനിക്ക് അതുപോലത്തെ ഒരു വണ്ടി വാങ്ങിക്കാം. പക്ഷേ അതുപോലും നമ്മൾ നോക്കാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം ഓരോ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഈ അനാവശ്യമായ പ്രചരണങ്ങളൊക്കെ നിർത്തുക, നന്മ ചെയ്ത് ജീവിക്കാൻ നോക്കുക. നിങ്ങളെ കൊണ്ടാവില്ലെങ്കിൽ നിങ്ങൾ വേറെ വല്ല പണിക്കുകയും, അല്ലാതെ നമ്മളെക്കുറിച്ച് ഈ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് എന്ത് ലാഭമാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത്? ഒരു ലാഭവും കിട്ടാനില്ലല്ലോ. എനിക്കെതിരെ നവാസ് പാച്ചറ ഈ നവാസ് പാച്ചറ പറഞ്ഞു എന്ന് പറഞ്ഞ വോയിസ് ക്ലിപ്പ് വരെ കുറെ ആളുകൾ ഇങ്ങനെ എടുത്ത് നടക്കുന്നുണ്ട്. നവാസ് പാച്ചറ തുടക്കത്തിൽ എന്നെക്കുറിച്ച് മനസ്സിലാക്കാതെ പല ആളുകളും നവാസ് പാച്ചറയുടെ അടുത്ത് ഫിറോസിനെ കുറിച്ച്, ഈ മേഖലയിലുള്ളവർ തന്നെയാണ്, ഫിറോസ് കുന്നംപറമ്പിൽ അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രൂപത്തിൽ സംസാരിച്ചു. പിന്നീട് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് മനസ്സിലായപ്പോൾ അദ്ദേഹം തന്നെ ആ തെറ്റ് തിരുത്തുകയും ചെയ്തു. അപ്പോൾ പല ആളുകളും തുടക്കത്തിൽ ആ ഒരു തെറ്റ് കേൾക്കുമ്പോൾ ആ ഒരു നമുക്കുണ്ടല്ലോ, ഇന്ന ആള് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു തരുമ്പോൾ നമ്മൾ അയ്യോ ഇങ്ങനെയായിരുന്നു അവൻ എന്ന് നമുക്ക് തോന്നും. നേരെ മറിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ പല ഭാഗത്തു നിന്നും ഞാനിപ്പോൾ പറയുന്നുണ്ട്. നേരത്തെ ഒരുപാട് ചാരിറ്റി പ്രവർത്തകരെ എനിക്കെതിരെ തിരിച്ചുവിട്ടു. പക്ഷേ ഇപ്പോൾ അത്തരം ആളുകളൊക്കെ എൻ്റെ കൂടെ വന്നു. എല്ലാവരും സന്തോഷത്തോടെ എന്നെ മനസ്സിലാക്കി എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ മറ്റുള്ള രീതിയിലേക്കുള്ള ഒരു അനാവശ്യമായ പ്രചരണം. ഈ പ്രചരണങ്ങളൊക്കെ പാവപ്പെട്ട ആളുകൾക്ക് കിട്ടുന്ന അവരുടെ പൈസയിൽ കുറവ് വരുത്തുക എന്നല്ലാതെ ഒരിക്കലും മറ്റൊന്നും സംഭവിക്കില്ല. ഫിറോസ് കുന്നംപറമ്പിൽ ചാരിറ്റി നിർത്തിയാലും മൊബൈൽ ഷോപ്പിൽ പോയിരിക്കുക. എൻ്റെ മക്കൾക്ക് അരിവാങ്ങിക്കാനുള്ളത് എൻ്റെ മൊബൈൽ ഷോപ്പിൽ നിന്ന് കിട്ടും. എൻ്റെ മക്കളെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഭാര്യയെ എനിക്ക് കാണാം, എൻ്റെ ഉമ്മാനെ, എൻ്റെ വാപ്പാനെ, എല്ലാവരെയും എനിക്ക് കാണാം. സന്തോഷത്തോടെ ഇരിക്കുക. പക്ഷേ ഒരു നന്ദിയുള്ള ഒരു ചാരിറ്റി പ്രവർത്തകനായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനിരിക്കുന്ന എൻ്റെ വീട് അത് കുറേ ആളുകൾ ചേർന്ന് നിർമ്മിച്ച് നൽകുന്നതാണ്. എനിക്ക് കിട്ടിയ എൻ്റെ വാഹനം, എനിക്ക് കിട്ടിയ ഈ സൗകര്യങ്ങളൊക്കെ നിങ്ങൾ നൽകിയതാണ്. നിങ്ങൾ എനിക്ക് ആ സൗകര്യങ്ങൾ നൽകിയത് ഞാൻ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നടക്കുന്ന ആളായതുകൊണ്ടാണ്. അപ്പോൾ ഈ സൗകര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഞാനൊരു മൂലയ്ക്ക് ഇരിക്കുമ്പോൾ അത് നന്ദിയില്ലായ്മയായി പോവും. അതുകൊണ്ടാണ് ഞാൻ ആ നന്ദിയില്ലാത്ത ആ ഒരു നന്ദി കേട് ചെയ്യാത്തത്. വീണ്ടും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തു. പിന്നെ എൻ്റെ മനസ്സിൽ ഇതൊന്നും കിട്ടിയിട്ടോ അല്ലെങ്കിൽ ഇതൊന്നും വേണം എന്ന് ആഗ്രഹിച്ചിട്ടല്ല ഞാൻ ചാരിറ്റി പ്രവർത്തനത്തിന് ഇറങ്ങിയത്. ഒന്നുമില്ലാത്തപ്പോൾ ഇറങ്ങിയ ഒരാളാണ്. എനിക്ക് കിട്ടിയ ഈ അംഗീകാരങ്ങളൊക്കെ എനിക്കെൻ്റെ പഠിച്ചോൻ തന്നതാണ് എന്ന് കണക്കാക്കി മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അല്ല, ഇപ്പോൾ വിലപ്പെട്ട സമയമല്ല, ഇപ്പോൾ സമയമുണ്ട്. ഞാൻ ഖത്തറിലാണ്. ഞാനൊരു 5 ദിവസം ഖത്തറിലുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഖത്തറിലാണ്. അപ്പോൾ ഇവിടെ 1-2 പ്രോഗ്രാംസ് ഉണ്ട്. അത് വൈകുന്നേരങ്ങളിലാണ്. ഇപ്പോൾ തുടങ്ങും ഒരെണ്ണം. അപ്പോൾ രാവിലെ വന്ന് കുറച്ചു നേരം ഇങ്ങനെ കിടന്നുറങ്ങായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ സമയമുണ്ടല്ലോ എന്നുള്ളത് കൊണ്ടാണ്. കുറേ ദിവസമായിട്ട് സമയങ്ങളില്ല. രാത്രി 3-4 മണിയൊക്കെയാണ് വീടെത്തുമ്പോൾ. ഡോക്ടർ ഷാനവാസ്കയുടെ അവസ്ഥ അതാണേ. എല്ലാം അങ്ങനെയാണ്. സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ അവസ്ഥ വരും. ഇപ്പോൾ നിങ്ങളൊരു കാര്യം എന്താണെന്നറിയോ, നമ്മുടെ നാട്ടിൽ ഏറ്റവും സാധാരണക്കാരനായി താഴെത്തട്ടിൽ ജീവിച്ച ഒരാളാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ല. കാരണം നമ്മളൊരാൾ മൈൻഡ് ചെയ്യില്ല, അതൊരു പ്രശ്നമല്ല. അതങ്ങനെ തന്നെ പോകും. നേരെ മറിച്ചിട്ട് പെട്ടെന്നൊരാളിങ്ങനെ വളർന്ന് വലുതാവുമ്പോൾ പല ആളുകൾക്കും തോന്നുന്നൊരു അസൂയുണ്ട്. ആ അസൂയൊക്കെയാണ് ഇതൊക്കെ. അത് മരുന്നില്ലാത്തതാണ്. എനിക്ക് അത്തരക്കാരോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ തളർത്താൻ നോക്കരുത്, അതല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഇതാക്കാൻ നോക്കരുത്. കാരണം ഇന്ന് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ബർത്ത്ഡേ ദിനമായിട്ട് എൻ്റെ നാട്ടിലുള്ള 4 കുടുംബങ്ങൾക്ക് അവർക്ക് വേണ്ട ചികിത്സയുടെ സഹായങ്ങൾ കൊടുത്തിട്ടാണ് ഫിറോസ് കുന്നംപറമ്പിൽ വൈകുന്നേരം ഖത്തറിലേക്ക് വണ്ടി കയറിയത്. ആ 4 കുടുംബങ്ങൾക്ക് സഹായിക്കാനായത് ഇന്ന് ഫിറോസ് കുന്നംപറമ്പിൽ ഈ നിലക്ക് നിൽക്കുന്നത് കൊണ്ടാണ്. നേരെ മറിച്ച് ആ പഴയ സാധാരണക്കാരനാണെങ്കിൽ 1000 രൂപ പോലും എനിക്ക് കൊടുക്കാൻ സാധിക്കില്ല. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് ഞാൻ വളർന്നല്ലോ എന്ന് തോന്നുമ്പോൾ
എൻ്റെ വളർച്ച അത് വലിയ ഒരു തണലായിട്ട് നിങ്ങൾക്ക് മാറും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആ വളർച്ച ഒരിക്കലും മോശമായിട്ട് പോവില്ല. എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. പിന്നെയും ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടിട്ട് എനിക്കെതിരെ എന്താ പറയുക, മാനസികമായിട്ട് എനിക്കെതിരെ ഒരുങ്ങുന്ന ചില ആളുകളുണ്ട്. അവർക്കുള്ളൊരു മറുപടിയായിട്ട് പറഞ്ഞാട്ടോ, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ അതെനിക്കറിയാലോ. എൻ്റെ ധൈര്യം, എൻ്റെ സപ്പോർട്ടൊക്കെ എൻ്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളാണ്, എൻ്റെ ഫേസ്ബുക്കിലുള്ള എൻ്റെ സുഹൃത്തുക്കളാണ്. അതുപോലെ തന്നെ എൻ്റെ കൂടെ എന്തിനും എൻ്റെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളാണ്. ചില ആളുകളൊക്കെ എന്താ പറയുക, എൻ്റെ കൂടെ വന്ന ആളുകളൊക്കെ ചിലർക്ക് ചില വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു ദിവസം ചില ദിവസങ്ങളിലൊക്കെ കടകൾ ഉദ്ഘാടനം ചെയ്ത് കഴിയുമ്പോൾ 50,000 രൂപയൊക്കെ കിട്ടാറുണ്ട്. ഈ 50,000 രൂപയിൽ നിന്ന് ഈ 50,000 രൂപയും നമുക്ക് മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന പോലെ കൊടുക്കാൻ സാധിക്കില്ല. അപ്പം നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കും, എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് വീതിച്ചു കൊടുക്കും. അപ്പം ചില ആളുകൾക്ക് കാണുമ്പോൾ ഇത്രയും പൈസ ഫിറോസ് കുന്നംപറമ്പിൽ, അതൊക്കെ അസൂയയുടെ ഭാഗമാണ്. സത്യമായിട്ടും ഞാൻ എൻ്റെ പടച്ചോനെ, എൻ്റെ മക്കളെ സാക്ഷി നിർത്തി തന്നെ ഞാൻ പറയട്ടെ, ഈ കിട്ടുന്ന പൈസയൊന്നും ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോലില്ല. നിങ്ങൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആരെങ്കിലുമൊക്കെ തമാശയ്ക്ക് പറയണല്ല, കാര്യമായിട്ട് പറയണതാണ്, വെറുതെ എങ്കിലും എൻ്റെ വീട്ടിലേക്കൊന്ന് പോവാ, എന്നിട്ട് എൻ്റെ അടുക്കളയിലൊക്കെ പോയിട്ടൊരു ലൈവ് ഇട്ട് നോക്കിക്കോ, എന്നിട്ട് അവിടുത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് തുറന്നു നോക്കിക്കോ. വീട്ടിൽ ഇറച്ചി വെച്ചിട്ട് എൻ്റെ മാസങ്ങളായി. എൻ്റെ മക്കളോട് തന്നെ പോയി ചോദിച്ചു നോക്കിക്കോ. ഞങ്ങളൊക്കെ അന്ന് എങ്ങനെ ജീവിച്ചോ അതുപോലെ തന്നെയാണ് ഇന്നും ജീവിക്കുന്നത്. ഒരു മനുഷ്യൻ അവൻ്റെ എന്താ പറയുക, ഇത് വരുമ്പോൾ ഭക്ഷണത്തിലൊക്കെയാണല്ലോ മാറ്റം വരിക. ഇറച്ചി വെക്കണം, മീന്, ബിരിയാണി എന്നൊക്കെ വീട്ടിൽ പോയി നോക്കി അറിയാം സ്ഥിതിയൊക്കെ. ഞങ്ങൾ എന്നും എങ്ങനെയാണോ ഇന്നും അതുപോലെ തന്നെയാണ്. അന്നും ആ സാധാരണ പരിപ്പിച്ചാറും അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉപ്പേരിയോ ചമ്മന്തി എന്തെങ്കിലും ചോറൊക്കെ ആയിട്ട്. അപ്പോൾ നോക്കേണ്ടവർക്ക് പോയി നോക്കാം എന്നുള്ളതാണ്. അപ്പോൾ അനാവശ്യമായ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്ന ആളുകളോട് ജീവിതത്തിൽ ഇതുപോലത്തെ വെള്ള വസ്ത്രവും മുണ്ടൊക്കെ ഇട്ടതുകൊണ്ട് നമ്മളങ്ങനെ എന്താ പറയുക, വലിയ സംഭവമൊന്നുമല്ല. ഇതൊക്കെ വസ്ത്രധാരണ ഒരു മനുഷ്യന്റെ ഒരു അന്തസ്സിനെയും അല്ലെങ്കിൽ അതിനെയൊക്കെ ഉയർത്തി കാണിക്കുന്ന ഒന്നാണ് കേട്ടോ. കേരളത്തിലെ പാവങ്ങൾക്ക് ഇനി പേടിയും വേണ്ട, ഫിറോസ് ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാവും. എനിക്കറിയാം, ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്കല്ല, ചില വ്യക്തികൾക്കാണ്. അതായത് ലക്ഷക്കണക്കിന് ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു 4 എണ്ണം മതിയല്ലോ. ഒരു പറ അരിയിൽ ഒരു ചെറിയ എന്തായാലും ഒരു പേര് പറയില്ല, ഒരു കീടത്തിനെ, ആ കീടം പെട്ട പോലെയാണല്ലോ ചിലതൊക്കെ. പല ആളുകളും അങ്ങനെയാണ്. അത് കൂട്ടുകാരാണെങ്കിലും കുടുംബത്തിൽ നിന്നാണെങ്കിലും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. വേണം വേണം എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആ കൊടുക്കുന്നത് എന്ന് നിർത്തുന്നോ അന്ന് മുതൽ ഫിറോസ് കുന്നംപറമ്പിൽ കള്ളനാകും, ഫിറോസ് കുന്നംപറമ്പിൽ പറ്റിക്കുന്നവനാകും, ഇതൊക്കെയാവും. അത് കൂടെ നടക്കുന്നവരാണെങ്കിലും ശരി, കൂട്ടുകാരാണെങ്കിലും ശരി, അതല്ലെങ്കിൽ കുടുംബക്കാരാണെങ്കിലും ശരി, അത് അങ്ങനെയാണ്. അപ്പോൾ എന്തിനെയൊക്കെ നോക്കണം എന്നറിയോ, നമ്മളൊരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുമ്പോൾ ആരെയൊക്കെ പേടിച്ച് എന്തിനെയൊക്കെ നോക്കിയിട്ട് ജീവിക്കണം എന്നാ. എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരൊന്നും അങ്ങനെയല്ല കേട്ടോ. എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാരൊക്കെ അത് എന്താ പറയുക, ജീവൻ കളഞ്ഞും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സുഹൃത്തുക്കളാണ്. കാരണം ഒന്നും ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ ഒന്നും ഇതാക്കാതെ എൻ്റെ കൂടെ വന്ന ആളുകളൊക്കെയാണ്. പണ്ട് ഭക്ഷണ വിതരണം മുതൽ എൻ്റെ കൂടെയുള്ള ആളുകൾ ഇന്നും എൻ്റെ കൂടെ തന്നെയുണ്ട്. കാരണം അവരൊന്നും ഒരു രൂപ പോലും ആഗ്രഹിച്ചിട്ടില്ല. കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ചാരിറ്റി പ്രവർത്തനത്തിന് എൻ്റെ കൂടെ വന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് അവരിന്നും എൻ്റെ കൂടെ ഉറച്ചു നിൽക്കുന്നത്. ആ ഒരു വിശ്വാസവും ആ ഒരു സ്നേഹവും കൊണ്ട്. എന്താണെങ്കിലും പടച്ചോൻ ആ ബന്ധങ്ങളൊക്കെ ഇന്ന് നിലനിർത്തരട്ടെ. പല ഭാഗങ്ങളും ഇപ്പോൾ നമ്മുടെ മഞ്ചേരിയിലാണെങ്കിൽ അഷറഫ് അച്ചു, അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞാപ്പു, അനീസ് മഞ്ചേരി, അതുപോലെ തന്നെ വേങ്ങരയിൽ അലവിക്ക, ഫസലു, അതുപോലെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ രാജേഷ് ഏട്ടൻ, ഷബീർ, കൊടുങ്ങല്ലൂരിലെ രാജേഷ് ഏട്ടനും ഷബീറും ഷഹീനിക്കും, ഇത്തരം പല ഭാഗങ്ങളിൽ ഇത്തരം ബന്ധങ്ങളൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ച ബന്ധങ്ങളാണ്. എവിടെയും തളരാതെ അല്ലെങ്കിൽ വീണു പോകുമ്പോൾ താങ്ങി നിർത്താൻ വേണ്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെയാണ് അവരൊക്കെ. അതുപോലെ തന്നെ ആഷിഖും ഷിഹാബും ജംഷീറും, പിന്നെ എൻ്റെ മാമൻ്റെ മോനുണ്ട് സുഹൈൽ കുന്നംപറമ്പിൽ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവനോട് എങ്ങനെ തന്നെ നന്ദി പറയണമെന്നറിയില്ല. അത്രമാത്രം അവൻ്റെ പ്രവർത്തനങ്ങൾ. ദിവസവും രാത്രി കടയടച്ച് ഭക്ഷണ വിതരണവും നമ്മൾ പറയുന്ന കേസുകളിലൊക്കെ ഓടിച്ചാടി അവൻ ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ ചാരിറ്റിക്ക്, അവൻ്റെ കയ്യിൽ അവൻ സമ്പാദിക്കുന്ന പൈസ മുഴുവൻ അവൻ ചെലവഴിക്കും. നമ്മൾ ഒരു രൂപ പോലും അവന് കൊടുക്കലില്ല, എണ്ണയടിക്കാൻ പോലും കൊടുക്കൂല. പക്ഷെ അവൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യും, കടയിലും ഇരിക്കും. ശരിക്കും ഒരു അത്ഭുതമാണ് സുഹൈലൊക്കെ. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൂടെ. ഷിഹാബ്, ആഷിഖ്, അതുപോലെ തന്നെ ഷാജഹാൻ, വെങ്ങന്നൂരിലെ ഷാജഹാനൊക്കെ ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് ജോലിയുണ്ട് കേട്ടോ. ഷാജഹാനൊക്കെ അലുവപ്പണിക്ക് പോണവനാണ്. അവരാ ജോലി ഇല്ലാത്ത ദിവസം കൂടെ വരും. ഷിഹാബ് മിച്ചറും സാധനങ്ങൾ ലൈനിൽ കൊണ്ടുപോകണവനാണ്. അവന് ജോലിയില്ലാത്തപ്പോൾ അവനും കൂടെ വരും. ഇതൊക്കെയാണ് നമ്മുടെ ചാരിറ്റി.
എന്ത് കാണുന്നില്ല, കഴുത്തോ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചാരിറ്റി. അതല്ലാതെ ഈ ലൈവിൽ കൂടിയെങ്കിലും ഒന്ന് പറയുക പ്ലീസ്. എന്താണ് വിജയനെ ഒന്ന് സഹാര വിജയൻ, എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ഞാൻ എല്ലായിടത്തും എത്തുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ വീഡിയോസ് ആഴ്ചയിൽ 2-3 വീഡിയോസ് വരുന്നുണ്ടെങ്കിലും ഒരു ദിവസം 5-6 കേസുകൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മാക്സിമം എല്ലായിടത്തും നമ്മൾ എത്തിപ്പെടുന്നുണ്ട്. ഒരു മനുഷ്യനെ കൊണ്ട് ആവുന്നിടത്തേ എത്തിപ്പെടാൻ സാധിക്കുള്ളൂ. ഇതിപ്പോൾ ചിലതൊക്കെ ഞാൻ പറയണേ, ഇപ്പോൾ ചില ആളുകൾക്കൊക്കെ ഒരു പാഷൻ പോലെ അയക്കുക, കൊടുത്തത് കുറഞ്ഞു പോയാലും കുറ്റം പറയുക, ഇനി സഹായിക്കാൻ വൈകിപ്പോയാലും എങ്ങനെ പോയാലും പണ്ടാരോ പറഞ്ഞ പോലെ അവസ്ഥയാണ്. കീപ്പിട്ട് ഒഴിയാൻ പറ്റൂല, വേപ്പിട്ട് ഒഴിയാൻ പറ്റൂല എന്ന് പറഞ്ഞ പോലെ വല്ലാത്തൊരു ലെവലിലൊക്കെയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ചാരിറ്റി പ്രവർത്തനം അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. പറയുന്നവർ പറയട്ടെ ഫിറോസ് ഭായ്. എനിക്ക് പറയുന്നതിൽ വിഷമോ അല്ലെങ്കിൽ ഇതുണ്ടായിട്ടൊന്നുമല്ല. കാരണം എന്താ വെച്ചാൽ എല്ലാവരുടെയും സ്നേഹം ഏറ്റുവാങ്ങി, എല്ലാവരുടെയും സപ്പോർട്ടുകൾ വാങ്ങി, എല്ലാവർക്കും സമ്മതനായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പോൾ അത് നടക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, കുറ്റം പറയുന്ന ആളുകളെന്ന് ഞാൻ പറഞ്ഞില്ല, അത് ഈ മേഖലയിലുള്ള ആളുകളാണ്, ചാരിറ്റി മേഖലയിൽ. അത് ഒന്ന് അസൂയാണ്, പിന്നൊന്ന് ഇത്രയും വലിയ ഒരു സംഖ്യ നമ്മൾ കൈകാര്യം ചെയ്യും. ചില ആളുകളൊക്കെ വാങ്ങി പോക്കറ്റിലിടുന്ന ആളുകളാണ്. അപ്പോൾ അവർക്കത് കിട്ടാതാവുമ്പോഴുള്ള വിഷമങ്ങൾ കൂടുതലും അസൂയക്കാരാണ്. അതിനൊന്നും നമ്മളെന്താ ചെയ്യുക? കുറേ വർഷങ്ങളായിട്ട് ചാറ്റ് ചെയ്യുന്ന ആളുകൾ എത്താത്ത ഒരു മേഖലയിലേക്ക് നമ്മളൊക്കെ എത്തിപ്പെടുമ്പോൾ, ഇപ്പോൾ ഞാനാണെങ്കിലും സുശാന്ത് ആണെങ്കിലും ഒക്കെ എത്തിപ്പെടുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു അസൂയയാണ്, അതിലൂടെ വരുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരാളെ വളർത്തുന്നതും ഒരാളെ തളർത്തുന്നതും വ്യക്തികളല്ല, മനുഷ്യനല്ല, അത് പടച്ചവനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ പകുതി പ്രശ്നങ്ങൾ തീരും. അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, അത്തരത്തിലുള്ള ആളുകളോട് പറയാനുള്ളത്. നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ട മേഖലയാണ്. ഇതൊരിക്കലും ഞാനോ വലുത് നീയോ വലുത് എന്ന് നോക്കേണ്ട മേഖലയല്ല. നമ്മളൊക്കെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ്. വേദനിക്കുന്നവർക്ക് വേണ്ടി, വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ്. മനസ്സിലായിട്ടുണ്ടോ? അങ്ങനെ ആവണം നമ്മളൊക്കെ മുന്നോട്ട് പോകേണ്ടത്. കാരണം ആർക്ക് എപ്പോ എന്നൊന്നും പറയാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ആ രീതിക്ക് മനസ്സിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പ്രശ്നവും വരില്ല. അപ്പോൾ എന്താണ്, പൂമോനുണ്ട്. പൂമോനിക്ക് തന്നെ കുറേ ആളുകൾ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ ഓരോ മെസ്സേജ് ആക്കി ഫിറോസ് അങ്ങനെ. എന്നിട്ട് പൂമോൻ പറയും ഇവന്മാരുടെ ഇടങ്ങറ് ശല്യം സഹിക്കാൻ വയ്യാന്നൊക്കെ പൂമോൻ പറയലുണ്ട്. പിന്നെ മാങ്ങിയുള്ള മരത്തിലെ കല്ലെറിയൂ എന്ന്. അല്ല, അതൊക്കെ അത്രയേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്ട്രെങ്ത്, ശക്തിയും മനസ്സും പഠിച്ചോനെ എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളതൊന്നും കാര്യമായിട്ട് എടുക്കണില്ല. അങ്ങനെ പൊയ്ക്കോട്ടെ. ആരെന്തൊക്കെ പറഞ്ഞാലും ഈ നന്മ നിറഞ്ഞ മനസ്സിന് ഞങ്ങൾക്കറിയാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ ആമീൻ. അസ്സലാമു അലൈക്കും. ഞാൻ വാട്സപ്പിൽ ബന്ധപ്പെടാൻ നോക്കിയിട്ട് കിട്ടേണ്ട ഒരു അത്യാവശ്യമുണ്ട്. എൻ്റെ പുതിയ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. പിന്നെ പഴയ നമ്പറിൽ കിട്ടും. പഴയ നമ്പറിൽ കോൾ ചെയ്താൽ കിട്ടും. 9847855855 വിളിച്ചാൽ കിട്ടും. അവിടെ മറ്റേ ഇവനുണ്ട്, എന്താണ് നമ്മുടെ ഷാജൻ്റെ കയ്യിലാണ് ആ നമ്പറുള്ളത്. അതിൽ വിളിച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇതുവരെ 1 ലക്ഷം രൂപയാണ് കിട്ടിയത്. ഞാൻ ഒരുപാട് ഓടി. അപ്പോൾ അത് നോക്കാം. ഇപ്പം എന്താണെങ്കിലും ചെറിയ ഒരു സിമ്പിളായിട്ട് വന്നാണ്. ഞാൻ ആ ബർത്ത്ഡേയുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. എനിക്ക് വേണ്ടി ബർത്ത്ഡേക്ക് ആശംസകൾ അറിയിച്ച ഒരുപാട് ആയിരക്കണക്കിന് ആളുകളുണ്ട്. എല്ലാവർക്കും ഞാൻ എൻ്റെ ആ ഒരു സ്നേഹം അറിയിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ടുകൾ എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് മാത്രം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എന്നും നിങ്ങളുടെ കൂടെ ഞാനുമുണ്ട്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുപാട് ആളുകളുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ നമുക്ക് തീർത്തു കൊടുക്കാനുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. ഇപ്പം എന്താ പറ്റി ലൈവിന്? അയ്യോ, ഈ ഐഫോൺ വരെ ഹാങ് ആവുക എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നമാണ്. ഐഫോൺ ഹാങ് ആവുക, ഐഫോൺ 10X മാക്സോ അങ്ങനെ എന്തോ പറഞ്ഞ സാധനമാണ്, അതടക്കം ഹാങ്ങായി നിൽക്കുകയാണ്.